So as a content creator, നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വർക്ക് കണ്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ എ ഫോട്ടോഗ്രാഫർ, മേ ബി നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റൈൽ കണ്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ എഡിറ്റിംഗ് സ്റ്റൈലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഫീഡ് നോക്കിയിട്ട് ആ ഒരു കളർ പാലറ്റ് കണ്ടിട്ടായിരിക്കാം നമ്മുടെ ഓഡിയൻസ് നമ്മൾ ചിലപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഫിലിം മേക്കർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ഫിലിമിംഗ് സ്റ്റൈലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കളർ ഗ്രേഡിങ് കാരണം നമ്മുടെ ഓഡിയൻസ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഏതൊരു ഡിവൈസിൽ എടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പും അതല്ലെങ്കിൽ ഒരു ഫുട്ടേജും നമുക്ക് ഫാസ്റ്റായിട്ട് ആ ഒരു സിനിമാറ്റിക് ലുക്ക് നമുക്ക് കൊടുക്കാമെന്നാണ്. സോ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ഡിലേ ഇല്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിനിമാജിക് ടൂൾസ് എന്ന് പറയുന്ന ഒരു പ്ലഗിനാണ്. സോ നിങ്ങളൊരു അഡോബ് പ്രീമിയർ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ അഡോബിൻ്റെ മിക്ക പ്രൊഡക്ട്സിനും മേ ബി ലൈറ്റ് റൂം ആയിരിക്കാം, അഡോബ് പ്രീമിയർ ആയിരിക്കാം, അതിൻ്റെ ഒരു നമ്മുടെ കളർ ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് നേരെ മറിച്ച് നമ്മൾ FCP അതല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിലോട്ട് പോകുമ്പോൾ അതിൽ ഒരു കളർ ഗ്രേഡിംഗ് സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ. സോ ആ ഒരു പ്രോസസ്സ് പലർക്കും ബുദ്ധിമുട്ടായിട്ടും തോന്നാറുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് FCPയിൽ ഈസി ആക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് സിനിമാജിക് ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന 1-2 ടൂൾസ് മാത്രം യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ആ ഒരു ക്ലിപ്സിന് നമുക്ക് അടിപൊളി സിനിമാറ്റിക് ലുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഓരോ ക്ലിപ്പും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സിനിമാറ്റിക് ആക്കാൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫൈനൽ കട്ട് പ്രോ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ FCPയിലായാലും നിങ്ങൾ പ്രീമിയറിലായാലും നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേപോലത്തെ ക്ലിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ ഈ ഒരു ക്ലിപ്സിൻ്റെ മുകളിലോട്ട് നമ്മളങ്ങനെ വലിച്ചിടാം. എന്നിട്ട് നമ്മൾ ആ ക്ലിപ്പിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മളൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ എഫക്റ്റും നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന എല്ലാ ക്ലിപ്സിനെയും അത് ഈക്വലി എഫക്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാം. അതിനുശേഷം നമുക്കിവിടെ സിനിമാജിക് വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് മുകളിൽ വന്ന് കിടക്കും. നിങ്ങളിനി പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലുമെട്രി കളറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ ലൈറ്റ് റൂം പോലത്തെ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമ്മുടെ എക്സ്പോഷറും കോൺട്രാസ്റ്റും ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ FCPയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ നമുക്കൊരു പ്രൈമറി ലട്ടും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി ലട്ടും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു ബേസ് ഗ്രേഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ബേസ് ഗ്രേഡ് നമുക്കതൊന്ന് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആവുന്നത് കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടാബ് ഉണ്ട്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഏത് ടാബായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഹൈ എൻഡ് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു ഫൂട്ടേജ് ആണ്, മേ ബി ഒരു 10 ബിറ്റ് അല്ലെങ്കിൽ ഒരു 12 ബിറ്റ് എടുത്തിരിക്കുന്ന ഒരു ഫൂട്ടേജ് ആണെങ്കിൽ നമുക്ക് എക്സ്റ്റൻസീവ് ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യാം. കാരണം അതിനുള്ള കളർ ഇൻഫോർമേഷൻസ് നമുക്ക് ആ ക്ലിപ്പിനകത്തുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു സ്മാർട്ട് ഫോണിലെടുത്തൊരു വീഡിയോ ആണ് നമ്മളിതുവരെ കളർ ഗ്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഓവറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ആ വീഡിയോ ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങും. സോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മൈനർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രം നമ്മൾ വരുത്താം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ബ്ലാക്കും അതുപോലെ തന്നെ അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരെ താഴെ എന്ന് പറയുമ്പോൾ ഈ റിക്കവറി എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോയിലെ ഹൈലൈറ്റ്സ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഡീഹൈസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഫെയ്ഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമാറ്റിക് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫെയ്ഡ്. നമുക്കത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റൂമിലൊക്കെ പോലെ തന്നെ ഹ്യൂ, സാച്ചുറേഷൻ അതുപോലെ തന്നെ ലൂമ, നമ്മുടെ വീഡിയോ ക്ലിപ്പിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കളേഴ്സിൻ്റെയും ഹ്യൂ, സാച്ചുറേഷൻ ആൻഡ് ലൂമ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഹ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റെഡ്, നമ്മൾ ഈ ഹ്യൂ പിടിച്ച് നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെഡിഷ് ആയിട്ടുള്ള ഒരു ടോൺ കിട്ടും. അതുപോലെ തന്നെ ഓരോ കളറിനും ഓരോ എഫക്റ്റാണ്. നമ്മളിപ്പോൾ ഗ്രീൻ ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ യെല്ലോയിഷ് ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റിലോട്ട് പോകുന്നതോറും അത് കൂടുതൽ ഗ്രീനിഷ് ആവാനായിട്ട് തുടങ്ങും. അതാണ് നമ്മുടെ ഹ്യൂ എന്ന് പറയുന്ന സംഭവം. ഇനി നമ്മുടെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ആ റെഡ് പോർഷൻ നമുക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓറഞ്ച് ആ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ലൂമ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കളറിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓറഞ്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എഫക്റ്റ് വരുന്നത് കാണാനായിട്ട് പറ്റും. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 6 ടാബാണ് ആക്ച്വലി ഒരു പ്ലഗിനെ ശരിക്കും വർത്ത് ആക്കണേ. നമുക്കിവിടെ സിനിമ എന്ന് പറയുന്നൊരു ഡെഡിക്കേറ്റഡ് ടാബ് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫെയ്ഡഡ് ലുക്കും അതുപോലെ തന്നെ കുറച്ച് ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലുക്കാണ് നമുക്കവിടെ കിട്ടുന്നത്.
ഇനി അതല്ല ട്രാവൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓറഞ്ച് സ്റ്റോൺ, ഇനിയിപ്പോൾ നമുക്കൊരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ടീൽ കളർ നമ്മുടെ ക്ലിപ്പിനകത്തുണ്ടെങ്കിൽ ആ ഒരു ടീൽ ആൻഡ് ഓറഞ്ച് ലുക്കാണ് ഈ ഒരു ടാബ് കൊടുക്കുന്നത്. ഇനി അതല്ല വിൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീസാച്ചുറേറ്റഡ് ആയി ആ ഗ്രീൻ ടോണൊക്കെ കുറച്ചുകൂടി ബ്ലൂവിലോട്ട് എത്തിക്കുന്ന ഒരു ടൈപ്പ് ഒരു പ്രീസെറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 35mm ഫിലിം ലുക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ ഇതെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇതിന് 5-6 ടാബ് അവർ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഫിലിം ഗ്രെയിൻ എന്ന് പറഞ്ഞ് കാണാം. നമുക്ക് നമ്മുടെ പഴയ ഫിലിംസിലൊക്കെ നമുക്ക് നമ്മുടെ ഫിലിംസിൽ കാണുന്ന ഒരു ഗ്രെയിൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കളർ ഗ്രേഡിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും നമ്മൾ ഓവർ യൂസ് ചെയ്യരുത്. ഓവർ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ബേസിക് അല്ലെങ്കിൽ ഒരു ബിഗിനർ ലുക്ക് നമ്മുടെ ക്ലിപ്പിന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് ഈ ക്ലിപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രീമിയറിലായാലും ഫൈനൽ കട്ടിലായാലും നമുക്ക് കേർവ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ കളർ കേർവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലൂമ, അതായത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊരു സ്ലൈറ്റായിട്ട് നമുക്കൊരു എസ് കേർവ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫെയ്ഡ് കൂട്ടണമെങ്കിൽ നമ്മൾ ഈ താഴത്തെ എൻഡിലെ ഈ ഒരു കോർണർ നമ്മൾ പിടിച്ചൊന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഫെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ റെഡ് കേർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകുമ്പോൾ റെഡും താഴോട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഗ്രീനിഷ് ടോണാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ നൈസായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കേർവാണ് നമ്മൾ മുകളിലോട്ട് ആക്കുമ്പോൾ ഗ്രീനും താഴോട്ട് വരുമ്പോൾ നമുക്കൊരു മജന്ത അല്ലെങ്കിൽ ഒരു പേർപ്പിൾ ടോണാണ് നമ്മുടെ വീഡിയോസിൽ കയറി വരിക. താഴെ കൊടുത്തിരിക്കുന്ന ബ്ലൂ ആണെങ്കിൽ നമ്മൾ മുകളിലോട്ട് ആക്കുമ്പോൾ നമുക്ക് ബ്ലൂവും അതുപോലെ തന്നെ താഴോട്ട് ആക്കുമ്പോൾ നമുക്ക് യെല്ലോ ടോണാണ് നമുക്ക് നമ്മുടെ വീഡിയോസിൽ കയറി വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ വീഡിയോസിൽ വരുത്തി കഴിഞ്ഞാൽ നൈസായിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് കളർ ഗ്രേഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ പേർപ്പസ് ഞങ്ങൾക്ക് കാണിച്ചെന്താണ്. നമ്മൾ കുറച്ചും കൂടിയും ടൈം എടുത്ത് എല്ലാ ടാബുകളും നമ്മൾ മനസ്സിലാക്കി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു സീക്വൻസാണ് നമ്മളിപ്പോൾ കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സീക്വൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ട ഈ ചെറിയൊരു സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ അഭിനവ് എസ് എന്ന് പറയുന്ന മച്ചാൻ്റെ പ്രൊഫൈലിൽ എടുക്കുന്ന ഒരു കിഡിലൻ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. നിങ്ങൾ എന്തായാലും ആളുടെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കി നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു FCP യൂസർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ് നമ്മുടെ സിനിമാജിക് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. Austinjo എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് കൂടി നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 15% നിങ്ങൾക്ക് ഓഫ് കിട്ടും. സോ ഇത് കറന്റ്ലി പ്രൈസ് ചെയ്തിരിക്കുന്നത് $65 ആൻഡ് അതിന് നിങ്ങൾക്കൊരു 15% കൂടി നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എന്തായാലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലഗിനാണ് സിനിമാജിക് ടൂൾസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതൊരു ബൈ, പീസ്.